എന്നെ ഏറെ ചിന്തിപ്പിച്ച അല്ലെങ്കിൽ ചിരിപ്പിച്ച ഒരു വീഡിയോ ഉണ്ട്. നിങ്ങളെല്ലാം കണ്ടു കാണും. ഭയങ്കര വൈറൽ വീഡിയോ ആണ്. നമ്മുടെ ശിവൻ വിജി ചേച്ചിയുടെ ഒരു വീഡിയോ. ശരിക്കും പറഞ്ഞാൽ അവർ പറയുന്നത് കേട്ടോ, ഇങ്ങനെ കാണോ, ഇനി ഒറിജിനലായിട്ട് സംസാരിക്കുവാണോ, അങ്ങനെ ശിവൻ ഭർത്താവാണെന്നൊക്കെയാണ് പറയുന്നത്. ശിവനുമായിട്ട് ആദ്യരാത്രി പങ്കിട്ട കഥയും അങ്ങനെ ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചിലർ പറഞ്ഞൊരു മാനസിക പ്രശ്നമുള്ള സ്ത്രീയാണെന്നൊക്കെ ഒരുപാട് കമൻറ്റുകളാണ് ആ വീഡിയോ ചെയ്തപ്പോൾ വന്നത്. പക്ഷേ അതിനകത്ത് പറയുന്നൊരു സംഭവമുണ്ട്. ഇവരുടെ ഈ വിജയ് ചേച്ചിയുടെ മടിയിൽ അഗസ്ത്യമുനി കയറിയിരുന്നു, എന്തോ ഒരു വെയിറ്റ് ആയിരുന്നു, ഞാനെടുത്ത് പിടിച്ച് തെള്ളി വിട്ടെന്നൊക്കെ പറഞ്ഞ് ഇവർ പറയുന്നുണ്ട്. ഭയങ്കര ചിരിയുള്ളൊരു സാധനം അത്. സ്വർഗത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടോ? എനിക്ക് കാത് ശിവന്റേതായി കഴിഞ്ഞ് കണ്ണ് ഈ മുക്കോടി ദേവറുകളെയും കണ്ടു. അഗസ്ത്യ മുനിവർ എൻ മടിയിൽ വന്നിരുന്നു. അന്നേരം ഞാൻ പിടിച്ചൊറ്റ തള്ളി, കൊണ്ട കൊച്ചു ചെറുക്കൻ്റെ കണക്കിരിക്കുന്നത് എന്തൊരു വെയിറ്റാന്ന്. തള്ളാൻ കൈ എടുത്തോണേ തിരിഞ്ഞു നോക്കി. അത് ഞാൻ ഉറക്കത്തി. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഈ വിജി ചേച്ചി പറയുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. ഈ അഗസ്ത്യ മുനി അവരുടെ മടി കയറി ഇരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്, തള്ളി വിട്ടെന്നൊക്കെ പറയുന്നത്. അങ്ങനെ ആ വീഡിയോ ടെലികാസ്റ്റ് ചെയ്ത് കുറേ കഴിഞ്ഞപ്പോൾ ഈ ഒറിജിനൽ അഗസ്ത്യ മുനി എന്നെ വിളിക്കുകയാണ്. ഒരിക്കലും വിജിയുടെ മടിയിൽ ഈ അഗസ്ത്യ മുനി കയറി ഇരുന്നിട്ടില്ല, അവൾ പച്ച കള്ളോ പറയുന്നത്, തോന്നിയ ദിവസം പറയുന്നതൊക്കെ പറഞ്ഞ് ഭയങ്കര രീതിയിൽ ദേഷ്യപ്പെട്ടെ. ഞാൻ വിചാരിച്ചു അങ്ങനെ അവിടെ ഉണ്ടായിരുന്നു. അഗസ്ത്യ മുനി നമ്മൾ പടങ്ങളിലും പുരാണങ്ങളിലൊക്കെ ഉള്ള പരിചയമല്ലേ ഉള്ളൂ. പക്ഷേ അഗസ്ത്യ മുനി ഉണ്ട്. അഗസ്ത്യ മുനി ഡയറക്റ്റായിട്ട് എന്നെ വിളിച്ചു, എനിക്ക് അവരോട് ചോദിക്കണം കള്ളത്തിലാണെന്ന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് കുറേ സംസാരിച്ചു എന്നോട്. എന്തായാലും ആ അഗസ്ത്യമുനി തപ്പിയാണ് ഇന്ന് ഞാൻ പോകുന്നത്. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു അഗസ്ത്യമുനി, അഗസ്ത്യമുനിയുടെ ആത്മാവും അഗസ്ത്യമുനി അദ്ദേഹത്തിലാണ് വസിക്കുന്നത് എന്നൊക്കെ പറയുന്നത്. എന്തായാലും ഈ മലയടിവാരത്തിൽ എവിടെയോ അദ്ദേഹം ഉണ്ട് കേട്ടോ. അഗസ്ത്യമുനിയുടെ രൂപമൊക്കെ ഉള്ളൊരു മലയടിവാരമാണ് എൻ്റെ കാണുന്നത്. അതിൻ്റെ അടിയിൽ എവിടെയോ അദ്ദേഹം തപസ് അനുഷ്ഠിച്ചിരിപ്പുണ്ട്. ഇദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതേപ്പോൾ ഞാനോ അല്ലെങ്കിൽ നമ്മുടെ ക്യാമറമാനോ ആര് ചെന്നാലും പേരോ നാളോ ജാതിയോ ഒന്നും പറയണ്ട. ആളെ കാണുമ്പോൾ തന്നെ അയാളുടെ ഭാവി, ഭൂതം, വർത്തമാനം എല്ലാം കൃത്യമായിട്ട് പറയും എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. എന്തായാലും സാധാരണ നമ്മൾ ജ്യോതിഷന്മാരെ കാണുമ്പോഴത്തേക്ക് ജനന സമയം അല്ലെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് കൊടുക്കുമല്ലോ, ഇതൊന്നും വേണ്ട. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ കാണാൻ പോകുന്നത്. അദ്ദേഹം എൻ്റെ ഭാവി പറയുമോ ഭൂതം പറയുമോ ഒന്നും അറിയത്തില്ല. രണ്ടും കൽപ്പിച്ച് ഞാൻ ഈ മലയടിവാരത്തിലേക്ക് പോവുകയാണ്. എന്തായാലും നമുക്കിനി ബാക്കി കഥ അവിടെ ചെന്ന് കാണാം. സ്വാമിജി നമസ്കാരം. ഇതാണ് ഇരിക്കുക സ്വാമിജി. അപ്പം ഇതാണ് നമ്മുടെ അഗസ്ത്യമുനി സ്വാമിജി. അപ്പോൾ അദ്ദേഹം ഇദ്ദേഹം ശാന്തമായ അന്തരീക്ഷത്തിൽ തപസ്സനുഷ്ഠിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. ഇത് മലയാളം അറിയത്തില്ല, മലയാളം കുറച്ച് അറിയാം, കുറച്ച് അറിയാം. അപ്പോൾ എന്തായാലും സ്വാമിജിയെ കാണാൻ വേണ്ടി വന്നേക്കുന്നത്. ഇതാണ് അഗസ്ത്യമുനി അല്ലേ? അവിടെ മലയാ ഇരിക്കും എങ്ക അഗസ്ത്യർ. ഈ മല പുതിയ മല അഗസ്ത്യർ മല. അവിടെ നോക്കൂ, കണ്ട് സ്വാമി പറഞ്ഞേക്കുന്ന അഗസ്ത്യമുനി. ഈ സ്ഥലം വന്ന് ദേവர்களுം ജ്ഞാനികളും തപസ്യകളും തവം പണ്ണ ഇടം മണ്ണായി. അപ്പൊ ഇത് കണ്ടോ, ആ മല ശരിക്കും പറഞ്ഞ അഗസ്ത്യമുനിയുടെ രൂപഭാവമുള്ള മലയാണ്. അതിന്റെ അടിവാരത്താണ് ഇരിക്കുന്നത്. സ്വാമിജി ഞാനൊരു കുറച്ച് സംശയം പറയട്ടെ. കുറെ നാൾ മുമ്പ് ഒരു വീഡിയോയിൽ ഒരു സ്ത്രീ ചൊല്ലി അഗസ്ത്യമുനി അവരുടെ മടിയിൽ കയറി ഇരുന്നു. അഗസ്ത്യമുനി അവരുടെ മടി പോയിരുന്നോ? സത്യം പറയണം. ഋഷിമാர்களுக்கோ தெய்வங்களுக்கோ மனுஷனுடைய வடிவம் எடுக்கிற மாதிரி அவர் പറയலாம். അവരെയോட കൂട്ടാ ഞാൻ അവരുടെ സംസാരിക്കും. അമ്മ പറഞ്ഞില്ല അഗസ്ത്യമുനിയുടെ മടി കയറി എന്ന് പറഞ്ഞില്ല. ആ അഗസ്ത്യമുനിയാണിത്. 8000 கோடி ரிஷிமார்கள் பெரிய பெரிய மகான்கள் எல்லாம் சிவனை நோக்கி தவம் பண்ணி அவருடைய கண்ணுக்கு கண்டில்ல. அதனால அகசியர் உருவம் கொண்டு சிவனாயிட்டு எப்படியோ அறியல. அகசியருடைய உருவம் கொண்டு அகசியரே வந்து மடியில் அமர்ந்துங்கிறது எங்களால ஏற்றுக்கொள்ளான்னு பற்றல. விடிகாத்தால எப்படி கனவன்னா 3:45 இருக்கும். ஏன் மடியில வந்து இந்த குள்ள ரூபம் வந்து உட்கார்ந்துருக்கு. நான் சொல்றேன், கனவுலயா நியாயத்திலயா? கனவுலயா நிஜத்திலயா? கனவு விடிகாத்தால கனவுலே கனவுலே நினைவில் எல்லாம் நினைவில் உட்காரல. ஏன்னா அந்த கனவு வந்து உங்களுக்கு கனவுன்னு சொல்ல முடியாது. நீங்க பேசுறது கனவுலே கண்டதை நீங்க உண்மையிட்டு പറഞ്ഞാലും ഞാൻ എന്താ ചെയ്യും? என்னுடைய சின்ன ரிக்வெஸ்ட், அகஸ்தியர் வந்து என்னுடைய மடியில் அமர்ந்தாருன்னு சொல்றத நான் கொஞ்சம் அப்சர்வ் பண்ணலாம், வேற ஒண்ணு இல்ல. சரி, இப்போ ரைட்டுமா? ஆமா, நீங்க பார்க்கிறது வேற, உணர்றது വേറമാ. ശരിയാമാ? സീക്രം ഞാൻ അവങ്ങളെ നേരിട്ട് കൊടുക്കുന്നേ ഇല്ല. വിജിയും സ്വാമി തമ്മിൽ കൊരുത്ത് കഴിഞ്ഞു. ആരാ ജയിക്കുന്നതെന്നൊന്നും പറയാൻ ഒക്കത്തില്ല. വിജി പറയുന്നത് മടി ഇരുന്നാ പറയുന്നത്, സ്വാമി പറഞ്ഞേക്കുന്നത് ഞാൻ ഇരുന്നിട്ടില്ലെന്നാ പറയുന്നത്. അഗസ്ത്യമുനിയുടെ അനുഗ്രഹം കിട്ടിയ ആളെ എന്റെ അടുത്ത് നിൽക്കുന്നത്, അങ്ങനെ സംഭവമേ ഇല്ലെന്നാ പറയുന്നത്. ഞാൻ പറയുന്നത് കേൾക്ക്, നിങ്ങൾ എതിർത്ത് സംസാരിക്കരുത്. മനസ്സിലായ? ഞാൻ പറയുന്നത് കേൾക്കേ. ഒരു സ്ത്രീയും ഇങ്ങനെ നുണ പറയത്തില്ല. മനസ്സിലായ? അത് എന്നെ കുറിച്ച് ഇവിടെ വന്ന് അന്വേഷിച്ചാൽ അറിയാം ഞാൻ ആരെന്ന്. മനസ്സിലായോ? മനുഷ്യന്മാരുടെ മടി കയറി ഇരിക്കത്തില്ലെന്നാ പറയുന്നത്. അങ്ങനെ സംഭവമേ എനിക്ക് ഇങ്ങനെ ഒരു അങ്ങേര് വലിയ ആളാന്ന് എനിക്ക് അങ്ങനെ അറിയാം. ഇരുന്നപ്പോ ഒരു കൊച്ചു കണ്ടത് നേരിട്ട് കണ്ടോണ്ടിരിക്കുവല്ലേ? ഞാൻ പറയുന്നത് എന്തുവാണ്, ഞങ്ങളുടെ മുമ്പിൽ ഞാൻ എന്തോ പറയുന്നറിയാവോ?
കൊച്ചുകുട്ടിയുടെ കണക്കിരിക്കുന്നത്. പക്ഷെ എന്തോ ഒരു വെയിറ്റ് എന്നും പറഞ്ഞ് ആ സ്വപ്നം എന്ന് പറയാനൊക്കത്തില്ല. വെളുപ്പിനാ ഇങ്ങനെ കൈയെടുത്ത് അങ്ങേരെ തള്ളി വിടാൻ പോകുമ്പോ ഇങ്ങനെ ഇത് കേട്ട് അഗസ്ത്യന് ചിരിക്കുക. അന്നേരം തിരിഞ്ഞു നോക്കിയപ്പോ ഞാൻ കൈയെടുത്ത് തൊഴുത് എനിക്ക് തമാശയായിട്ട് ചിരി വരുവാ. ശരി, നിങ്ങൾ ഇതോടെ ഇനിമേ എന്നെ വിളിക്കാൻ പാടില്ല. ഞാൻ ഒരു വിളിക്കുന്നില്ല. സ്വാമി ചിരിച്ച്. அம்மா அதாவது ஒரு நிமிஷமா அதாவதுமா ஒரு நீங்க இனிமே பேச வேண்டாம். ஒரு நிமிஷம் என்ன சொல்ல விடுங்க. 1 minute. ஓகே. ஹலோ വെച്ചാ என்ன சிரிக்கிறீங்க? ஆமா இல்ல ஒரு நிமிஷம் என்ன சிரிக்கிறீங்க? சிரிக்கலமா ஒரு நிமிஷம் என்ன கொஞ்சம் சொல்ல. அதாவதுமா ஒவ்வொரு மனிதனும் ஒரு விஷயம் சொல்றேங்க. எங்க வீட்டுக்காரர் இறந்து போறது இது மட்டும் நீங்க கேளுங்க. நீங்க பேசுறது மட்டும் நான் கேட்க மாட்டேன். ഞാൻ சொல்றது நீங்க கேளுங்க. ഏണിയുടെ മേലെ നിൽക്കുക ഉയരത്തില് ഈ അഗസ്ത്യ മുനിവർ വരുന്നു. അതോടെ കനവ് മുടിഞ്ഞു പോച്ചു. മറുമാസം എങ്ക വീട്ടുകാരെ ഇറந்து പോறாங்க. പറയുന്നത് നിങ്ങൾ വേറെ വേല നോക്ക്. സ്വപ്നം പറഞ്ഞാണ് ആളെ കളിയാക്കുന്നത്. വെച്ചിട്ട് പോയി. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇത് വിജയമ്മയുടെ ரேஞ்சுக்கு இவட்ட பேசலாம் தப்புங்க. அது தேவையில்லாம ഒറിജിനൽ അഗസ്ത്യ മുനി നിൽക്കുമ്പോഴാണ് ഇത് என்னுடைய കഥ ഇവങ്ങളുടെ പേര് വേസ്റ്റ്. സമയം പോയി. സത്യം പറഞ്ഞാൽ അഗസ്ത്യുവിന്റെ സമയം പോയെന്ന് പറഞ്ഞാൽ മതി. അദ്ദേഹം കൊന്നാൽ ഏൽക്കുന്നില്ല. അങ്ങനെ സംഭവമേ ഇല്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. ആരും മടിയിലും ഇരുന്നിട്ടില്ല, ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് അദ്ദേഹം ദേഷ്യപ്പെട്ട് പോയേക്കുക. അത്ര ഈ സംഭവം വന്നതിന് ശേഷം അഗസ്ത്യുവിന് ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. അങ്ങനെ സംഭവമേ ഉണ്ടായിട്ടില്ലെന്ന് ഉറപ്പിച്ച് പറയുകയാണ്. അത് ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഇത്രയും ദൂരത്തേക്ക് ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം പറയുന്നത് അങ്ങനെ സംഭവമേ ഇല്ലെന്ന് പറയുന്നത്. എന്തായാലും ഇതിനൊരു ക്ലാരിഫിക്കേഷൻ വന്നു. ആ കാര്യം സന്തോഷമുണ്ട്. പുള്ളിക്കാരി ദേഷ്യപ്പെട്ട് ഫോണും വെച്ച് പോയിട്ടുണ്ട്. എന്തായാലും അല്ല, അഗസ്ത്യർ ഉങ്ങളുടെ ഉടമ്പിൽ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും മാറ്റം மாற்றம் உண்டு. அதை உணராம். பேச்சு மாறும், முகம் மாறும், அதெல்லாம் சரியாட்டு உண்டு. ஆனா அதுக்கு நானே அகஸ்தியர்னு ഞാൻ പറയக்கூடாதല്ലോ. അപ്പൊ സ്വാമി പറഞ്ഞ അഗസ്ത്യര് സ്വാമിജി ശരീരത്തിൽ വരുമ്പോഴത്തേക്ക് മാറ്റം ഉണ്ടാവുമെന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അഗസ്ത്യർ കാണலாம். അത് അവിടെ நாங்கள் ചൂടി പാക്കുമ്പോൾ ഇപ്പൊ കാണാൻ പറ്റുമോ? ഇപ്പം കാണാൻ പറ്റുമോ? ഒരു നിമിഷം പോലും. അപ്പൊ നമുക്ക് ക്യാമറ നന്നായിട്ട് ക്ലോസ് പിടിച്ചോ. അഗസ്ത്യ മുനിയെ നമുക്ക് കാണാൻ പോവുകയാണ്. മുഖം മാറിയതുണ്ടോ? ശരി കണ്ടോ? ഇതാണ് അഗസ്ത്യ മുനിയുടെ സ്ഥായി ഭാണ്ട. ഇപ്പോൾ ശരിക്കും ഒരു മുഖമൊക്കെ നന്നായിട്ട് മാറി. അപ്പോൾ തമീ നമസ്കാരം. ഓ കണ്ടോ, മുഖം കംപ്ലീറ്റ് മാറി. ശരിക്കും പറഞ്ഞാൽ ആ ഒരു വൈബ്രേഷനൊക്കെ മുഖത്തേക്ക് വന്ന് കണ്ടോ. നമ്മൾ ഇച്ചിരി മുമ്പ് കണ്ട ആ കുമാരസ്വാമി അല്ല, ഇപ്പാണ് അഗസ്ത്യ മുനിയായിട്ട് മാറിയിരിക്കുവാണ്. അപ്പൊ ഇത് പ്രപഞ്ചം ഇപ്പൊ അഗസ്ത്യ മുനിയാണോ ഇപ്പം ഇരിക്കുന്നത്? ഇപ്പോ இந்த പ്രപഞ്ചം ഇതാ അരുളை അവർ പെറുവത്. നിങ്ങളാരും ശ്രദ്ധിച്ചത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കട്ടില്ലേ? ശരി, അതേ ചിരി, അതേ ഷേപ്പ്. എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നരേന്ദ്രമോദിയായിട്ട്? இல்ல அவருடைய பையன், அவர் பேரும் என் பையன் பேரும் ஒண்ணு. ஆனா அவரை சந்திக்கிற வாய்ப்பு ஒரு முறை நான் பெற்றேன். அது இன்னும் என்னன்னா ஐயா, ஒரு மனிதரை போல 7 மனிதர் சொல்றாங்க. 7 மனுஷருண்டு. அது நான் காசி டில்லியெல்லாம் അവിടെ പോയപ്പോ ആ പ്ലേറ്റിൽ ഉള്ള ആളെല്ലാം அப்படி നിൽക്കും. அப்படியா? ஆமா. എന്താണ് ഞാൻ ചോദിച്ചാ മോഡി ആയിട്ടുണ്ടോ നീ അവർക്ക് റിലേഷൻ? അമ്മ ഞാൻ റിലേഷൻ അല്ലப்பா, நான் தமிழ்நாட்டில் உள்ள ஆள் அப்படி. அது பெரிய ஆனாலும் அப்படி பார்க்கும்போது வைக்கும்போது அவங்கள அறியாமலே ஒரு ஃபீலிங், அது தாட்ஸ் அந்த மோடிஜி மாதிரி இருக்கிறதுனால அந்த ഒരു മര്യാദ കൊടുപ്പാங்க. അപ്പോൾ എന്തായാലും മോഡിജി ഇത് കാണും. അതേ അങ്ങേ പോലെയുള്ള ആൾ തമിഴ്നാട്ടിലുണ്ട്. അതേ ചിരി, അതേ മുടി, എല്ലാമേ സെയിം. എന്തായാലും ഈ നമ്മുടെ സ്വാമിജിക്ക് ഭയങ്കര പ്രത്യേകതയുണ്ട്. സാധാരണയായിട്ട് നമ്മൾ ഒരു ജനന സമയം അല്ലെങ്കിൽ നമ്മുടെ പേരും അല്ലെങ്കിൽ വീട്ടുപേരൊക്കെ പറയുമ്പോഴാണ് നമ്മുടെ ഭാവിയെ പറ്റി പറയുന്നത്. ഇദ്ദേഹത്തിന് ജീവനാടി എന്ന് പറയുന്ന ഒരു സംഭവമാണ്. നമ്മളെ കണ്ടാൽ തന്നെ എല്ലാം പറയാം അല്ലേ? ഇതിനെ പറ്റി ഏകദേശം പറയാൻ പറ്റും. உங்களுடைய தாய் தகப்பனுக்கு நீர் ஃபர்ஸ்ட் சன்னா இருக்கலாம், ஒரே சன்னா இருக்கணும். ஓகே, ஒரே சன்னா. ஆமா, கரெக்ட். நல்லா உங்களுடைய தாய் தகப்பனுக்கு எங்களுக்கு அந்த ஆன்மாவோட சிநேகம் நாங்கள் பேசும். ജീവൻ അച്ഛനും അമ്മയ്ക്ക് ഒരു മോൻ അല്ലേ? സാധാരണയായിട്ട് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് എന്തെങ്കിലും വേണം. ഇവിടെ വന്ന് ഇരുന്നാൽ മതി. കണ്ടാൽ മാത്രം ഇവിടെ അമ്പലത്തിലോ എங்க ആശ്രമത്തിൽ வந்து இருந்தாலே ഞാൻ ഏടെടുക്കുമ്പോ നീ யாரு, உங்க அச்சனுடைய பேரு, அம்மையுடைய பேரு எல்லாம் வந்துரும். அதிலே வந்துரும். பேர் வந்துரும், நட்சத்திரம் வந்துரும், மகர ராசி, കുംഭരാശി. ഒന്നും പറയണ്ട. ഇതാണ് സംഭവം. அப்படியே இருக்கும். എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ആകാംക്ഷ. നമുക്ക് ഒരുപാട് മഷിനോട്ടമുണ്ട്, തത്വശാസ്ത്രമുണ്ട്, കൈനോട്ടമുണ്ട്. ഈ ജീവനാടി എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് നേരെ സ്വാമിയുടെ ആശ്രമത്തിൽ പോകാം അല്ലേ? അതായിരിക്കും ഒരു വെറൈറ്റി. അപ്പൊ എന്തായാലും നമുക്ക് ഈ അടിപൊളി കാലാവസ്ഥ, നമ്മൾ സാധാരണ ധ്യാനത്തിൽ നിന്ന് സ്വാമിയെ കൊണ്ടുപോകുന്നത് ഭയങ്കര പാവമാണ്. എങ്കിലും നമുക്കത് അറിയാനുള്ള ആകാംക്ഷയിൽ ഞാനും നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയും കൂടെ പോവുകയാണ്. അപ്പൊ ഇതിനകത്ത് അടിപ്പെട്ടിക്ക് അത് 7 ഇതാണ് 7. ഈ സംഭവം വെച്ചാൽ ഇത് അഗസ്ത്യരുடைய ജീവനാടി. இதுல இந்த 7 நாங்கள் ஓப்பன் செய்யும்போ
எதிர்த்தால உள்ள மனுஷாளுண்ட இப்போ எதில் இவர் இருக்காருன்னா இவருடைய ஜனன காலம், ഇവരുടെ ജാതകങ്ങൾ, ഇവരുടെ നക്ഷത്രങ്ങൾ എല്ലാം അതിൽ വന്നു. അപ്പോൾ ഇത് സംഭവിച്ചാൽ ഇത് തുറക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്താണോ നമ്മളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് കാണുന്നതാണ്. இந்த அகத்தினுடைய ஏடை நாங்கள் தொடும்போது இருந்து வரக்கூடிய சத்தத்தை ഞങ്ങളുടെ செவியில் கேட்கும். ഇതിന് ശബ്ദം കേൾക്കും. இதில் எழுத்து நிரந்தரமாயிட்டு இருக்காது, அதில் அப்படியே குறைச்சி அப்படியே வரும். ஜீவநாடிங்கிறது தான். இவருடைய அச்சன் அம்மைக்கு ஈயாள் முதல் ஆள்னு பறையுது. சரியோ? முதல் ஈயாள் வந்து இவ அச்சன் அம்மைக்கு முதல் மனுஷனாக இருக்கணும், இல்லை ஆண் வாரிசில் முதல் வாரிசாக இருக்கணும், ஏகபுத்திரன்னு சொல்கிறாங்க. அதனால் அவள் அம்மா அப்பாவுக்கு இவர் ஃபஸ்ட்டு சன் அப்படின்னு இருக்கும். இவர் மகர ராசியிலோ கும்பராசியிலே பிறந்திருக்குன்னு சொல்கிறாங்க. மகரம் கும்பம்னா இவர் சனி அபகாரம் பெற்றவர். அதனால் இவர் மகர ராசிக்காரராக இருப்பார், இல்லை கும்பராசிக்காரராக இருப்பாருங்கிறது நிஜம். ஈயாள் லவ் மேரேஜ் பண்ண விதியானம். லவ் மேரேஜ் கரெக்ட். ஈயாள் லவ் மேரேஜ் தான் பண்ணணும்னு பறையுது அகத்திய நாட்டில். அதனால் ஈயாள் நல்லா ஒருபாடு லவ் பண்ணிட்டு கல்யாணம் கழிச்சிருக்கும், இல்லை அத்தன் மகன் மாமன் மேலே கல்யாணம் பண்ணணும்னு விதி உண்டு. சரியோ? சிறப்பு. அதனால் ஈயாள் ஒரு வலிய பிரசன்னமான ஆள். ஏன்னா ஞானிகள்கிட்ட ஃபேஸ் பண்ணுறாங்களா, எங்களை போகிற அருளாளர்கிட்ட பேட்டி கேட்கணும்னா இவன் அருள் தெரிஞ்சவனாக இருக்கணும். സൂപ്പർ. സത്യം പറഞ്ഞാൽ കറക്റ്റ് ഒരെണ്ണം പോലും വ്യത്യാസമില്ല. നമ്മൾ ഒരുപാട് ജ്യോതിഷം ഒരുപാട് ഇത് കണ്ട് വളർന്ന ആൾക്കാരാണ്, പക്ഷെ ഇത് വ്യത്യസ്തമായ സംഭവമാണ്. ജീവനാടി അത് അഗസ്ത്യമുനി കനിഞ്ഞ് അരുളി നൽകിയതാണ് നമ്മുടെ കുമാരസ്വാമി. എന്തായാലും ഈ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഒരു പുതിയ അനുഭവമാണെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും അദ്ദേഹം കുറ്റാലത്ത് തന്നെയുണ്ട്, നിങ്ങൾ വരവും പ്രതീക്ഷിച്ചുണ്ട്. തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പ്രഗത്ഭ വ്യക്തിയുമായി അല്ലെങ്കിൽ മറ്റൊരു കഥയുമായി വീണ്ടും ഞാനെത്തും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും